കവടിയാറിലെ OBY എന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ 11 മാസത്തിനിടെ 1000 മുതൽ 60,000 രൂപ വരെയുള്ള നിരക്കിൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വലിയതുറ സ്വദേശികളും സ്ഥാപനത്തിലെ ജീവനക്കാരുമായിരുന്ന രാധാകുമാരി, ദിവ്യ ഫ്രാങ്ക്ലിൻ, വിനീത ആദർശ് തുടങ്ങിയവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റി ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിന്റെ ഡിജിറ്റൽ രേഖകളാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. തട്ടിപ്പ് പുറത്തായതിന് പിന്നാലെ വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അബദ്ധത്തിൽ വൻ തുകകൾ കൈമാറിയ ഉപഭോക്താക്കളും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 66 ലക്ഷം രൂപ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വ്യക്തമാക്കുന്നത്. അതിനിടെ ആരോപണ വിധേയരായ വനിതാ ജീവനക്കാർ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം ഇവരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതേസമയം പോലീസ് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയിൽ കൃഷ്ണകുമാറും കുടുംബവും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർണായക തീരുമാനം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, ഈ ഘട്ടത്തിൽ ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് വളരെ നിർണായകമായ തെളിവുകളാണ്. QR കോഡ് ഉപയോഗിച്ച് ഇത്തരത്തിൽ 66 ലക്ഷം രൂപ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ 3 ജീവനക്കാരും ചേർന്ന് തട്ടിയെടുത്തു എന്നതിന്റെ രേഖകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അന്വേഷണം എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്. ഇനി അറസ്റ്റിലേക്കടക്കം നീങ്ങുകയായിരിക്കുമോ അടുത്ത നിയമ നടപടി? അതിനിടെ ഈ 3 ജീവനക്കാരും അവരുടെ കുടുംബവും ഒക്കെ ഒളിവിലാണോ? ആര്യ, പോലീസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ അത് അന്വേഷണത്തിൽ നിർണായകമായി മാറാൻ പോകുന്നത്. അതായത് ഈ ട്രാൻസാക്ഷൻ രേഖകളാണ് പോലീസിന് ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളായി ലഭിച്ചത്. ഈ സമാനമായ തരത്തിൽ 2024 ജൂലൈ തുടങ്ങി 11 മാസത്തിനിടയിൽ 66 ലക്ഷം രൂപ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി ജീവനക്കാരായിരുന്ന 3 പേരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ട്രാൻസാക്ഷൻ രേഖകളും പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ QR കോഡ് മാറ്റിക്കൊണ്ട് ഈ 3 പേരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കൂടി ഇപ്പോൾ പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ അത് തുടരന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് പോലീസ് ഇത് കൈമാറും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഈ 3 വനിതാ ജീവനക്കാരും അബ്സ്കോണ്ടിംഗ് ആണ് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അവരെ 3 പേരെ കുറിച്ചും അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചും ഒരു വിവരവുമില്ല. ഫോണിൽ ബന്ധപ്പെടുമ്പോഴും നേരിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തുമ്പോഴും ഒന്നും ഇവർ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനിടയിലാണ് ഇവർ തിരുവനന്തപുരം ജില്ലാ കോടതി കേന്ദ്രീകരിച്ച് മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം തുടങ്ങി എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ പോലീസ് തുടർന്ന് നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് മനസ്സിലാക്കിയാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം ഈ 3 ജീവനക്കാർ ചേർന്ന് ആരംഭിച്ചതെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടത് തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ തെളിവുകളാണ്. എന്തായാലും ഈ 3 ജീവനക്കാരും ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒളിവിൽ ഇരുന്നു കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നു എന്ന വിവരം കൂടി ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയുമാണ്.